ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതറിയില്ല. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ CPIക്ക് അവകാശമുണ്ട്. നമസ്കാരം. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും CPM അയഞ്ഞില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും ചർച്ചകൾക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്നുമാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞതെങ്കിലും മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് CPIയുടെ തീരുമാനം. PM ശ്രീയിലെ MOU പിൻവലിക്കണമെന്നതാണ് CPIയുടെ ആവശ്യം. ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നും പദ്ധതി നടത്തിപ്പ് വൈകിപ്പിക്കാമെന്നുമാണ് CPMന്റെ നിലപാട്. പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാനാകില്ലെന്നിരിക്കെ എങ്ങനെയാണ് ഇനി പ്രശ്നപരിഹാരം? ഇടതുമുന്നണി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. CPIക്ക് ഈ പ്രതിഷേധം ഏത് തലം വരെ എത്തിക്കാനാകും? ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന വിഷയം. എനിക്കൊപ്പം ഈ ചർച്ചയിൽ CPM പ്രതിനിധിയെ പ്രതീക്ഷിക്കുന്നു. സേനാപതി വേണു കോൺഗ്രസ് പ്രതിനിധി, ജോമോൻ ചക്കാലക്കൽ BJP പ്രതിനിധി, ശ്രീ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, CPMന്റെ പ്രതിനിധി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നറിയുന്നു. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അവർ വിഷയത്തിൽ പ്രതികരിച്ചത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇടതുമുന്നണി പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾക്കപ്പുറം മുന്നണിയിൽ ഉണ്ടാകേണ്ടുന്ന സാമാന്യ മര്യാദയുടെ ലംഘനം പോലും ഉണ്ടായിരിക്കുന്നു എന്ന വലിയ മുറിപ്പാടാണ് CPIക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് ചർച്ച നടത്തുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനയാണോ? തീർച്ചയായിട്ടും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 2 ടേം എടുത്ത് പരിശോധിച്ചാൽ ഇത്രത്തോളം വലിയൊരു സങ്കീർണമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ ആദ്യ ടേമിൽ മാറി നിന്നിരുന്നു. ആ ചരിത്രം ഞാൻ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങേരെ മന്ത്രിയാക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു വലിയ ഒരു നയപരമായ പ്രശ്നമല്ല. അത് വലിയൊരു പോളിസി മാറ്റർ അല്ല. അതൊരു നിലപാടിന്റെ പ്രശ്നം മാത്രമാണ്. അയാളെ മന്ത്രിയാക്കണോ വേണ്ടേ എന്നുള്ളത് അത് മുന്നണിയെ ബാധിക്കുന്ന, അങ്ങനെ ഗൗരവമായി ബാധിക്കുന്ന നിലപാടുകളെ, നയങ്ങളെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് ഇടതുമുന്നണി എന്ന് പറയുന്ന ആ സുസംഘടിത രൂപം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അത്രയും സങ്കീർണമായ, അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്താണ് ആ വിഷയത്തിന്റെ ഒരു ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് ഇടതുമുന്നണി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം അതിശക്തമായി എതിർത്തുകൊണ്ടിരുന്നൊരു പദ്ധതിയാണ്. അതായത് വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ കാവ്യവൽക്കരണം അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് ഒളിച്ചു കടത്താനുള്ള ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ള വിലയിരുത്തലാണ്. അത് ശരിയോ തെറ്റോ അത് വേറെ പ്രശ്നം, അതേക്കുറിച്ചുള്ള ചർച്ച വേറെ നടക്കട്ടെ. അതായത് ഇടതുമുന്നണി ഇത്രയും കാലം CPM ആകട്ടെ CPI ആകട്ടെ ഇത്രയും കാലം വിചാരിച്ചിരുന്നതും വിശ്വസിപ്പിച്ചിരുന്നതും അതാണ് കൂടുതൽ അടിവരയിട്ട് പറഞ്ഞാൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്, ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇതൊരു സംഘി പദ്ധതിയാണ്, അല്ലെങ്കിൽ BJPയുടെ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണിത്. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നതിന്റെ മറവിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ മേൽ, സിലബസിന്മേലൊക്കെ കടന്നു കയറി അവരാഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതി സ്കൂളുകളിലൂടെ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ്. ആ നിലയ്ക്കാണ് ഇതിനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന CPMന്റെ പാർട്ടി കോൺഗ്രസിൽ അവർ അംഗീകരിച്ച പ്രമേയത്തിൽ പോലും പറയുന്നത് എന്താ? ഇത് നടപ്പാക്കാൻ പറ്റില്ല, ഇതിനെ CPM ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞിട്ട് എത്ര മാസമായിട്ടുണ്ട്? 5-6 മാസമേ ആയിട്ടുള്ളൂ, അല്ലെ 6-7 മാസമേ ആയിട്ടുള്ളൂ. ആ 7 മാസത്തിനുള്ളിൽ
ഈ പദ്ധതി അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് CPM എത്തിയിരിക്കുക. അതും CPM-ന്റെ ദേശീയ നേതൃത്വത്തെ പോലും അറിയിക്കാതെ, CPM-ലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെ, CPM-ന്റെ പാർട്ടി സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം നേരെ വരുന്നു, ഇവിടെ വന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് നിർദ്ദേശം കൊടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ അയക്കുന്നു. അവിടെ ചെന്ന് എന്താ പറയാ MOU ഒപ്പിടുന്നു. ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒപ്പിട്ട സമയത്ത് പോലും ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ CPI-യുടെ മന്ത്രിമാർ പറയുന്നുണ്ട്, ഈ വിഷയം ചോദിക്കുന്നുണ്ട്, ഇതിലെന്താണ്. അപ്പൊ ഇത് മാറ്റിവെക്കുകയാണ്, ഈ അജണ്ടയെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒപ്പിട്ട കാര്യം മറച്ചു വെക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ബിനോയ് വിശ്വം ഉപയോഗിച്ച വാക്ക്, അതായത് മുന്നണിയെ മൊത്തത്തിൽ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, അതായത് ഘടകകക്ഷികളെ പൂർണ്ണമായും മന്ത്രിസഭയെയും അതിനകത്ത് മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഒഴിച്ചുള്ള ബാക്കി മന്ത്രിസഭാംഗങ്ങളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എന്ത് മുന്നണി മര്യാദയാണ്? അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ചോദിച്ചത്, എന്ത് സർക്കാർ, എന്ത് CPI എന്ന് CPI-യുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചതുപോലെ ബിനോയ് വിശ്വം സാധാരണ ഇതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമൊന്നും അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ വെച്ച് അതുപോലെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാൻ സാധ്യതയില്ലാത്തതാണ്. എന്ത് സർക്കാർ? തീർച്ചയായും ഒരു പരിധി കടന്നുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അന്ന് ബിനോയ് വിശ്വം നടത്തിയത്. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതി. പക്ഷെ അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് വളരെ മിനിമൽ ആയിട്ടുള്ള വേർഡ്സിൽ തന്റെ അഭിപ്രായം എന്താണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ചർച്ചകളിലെ തീരുമാനം എന്ന് പറയുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. അതിനപ്പുറം ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നത്, അതായത് ഈ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? അപ്പോൾ അനുനയിപ്പിക്കാനോ അനുനയപ്പെടാനുള്ള സാധ്യതകൾ അവിടെ നിലനിർത്തുന്നു എന്നതാണോ? തീർച്ചയായിട്ടും രേണുക, അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അസാധാരണമായ ചില സംഗതികൾ ഇന്ന് കണ്ടു. അതായത് ഈ വിഷയം വളരെ ഗൗരവമാണ്. CPI പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെയല്ല, അവർ വളരെ വളരെ സീരിയസ് ആണ്, ഡെഡ് സീരിയസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവർ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. അവരുടെ ആത്മാഭിമാനത്തെ, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPI-യുടെ അസ്തിത്വത്തെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു തീരുമാനമാണിത്. അത് അവർ പൊറുക്കില്ല, വിട്ടുവീഴ്ചയില്ല. താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ആഴത്തിലുള്ളൊരു മുറിവ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്നു. അത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ പഴയ പോലെ എല്ലാം അങ്ങ് പറയും, വലിയേട്ടൻ പറയും, ഇവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ മുറുമുറുക്കും, അത് കഴിഞ്ഞിട്ട് അതങ്ങ് അടങ്ങിപ്പോകും എന്നുള്ള പതിവ് സങ്കല്പം CPM-ന് ഇന്ന് മാറി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം നടന്ന് മുഖ്യമന്ത്രി ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ മറ്റുള്ളവരെ പാർട്ടിക്ക് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതേ യോഗത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ബിനോയ് വിശ്വത്തെ വിളിക്കുന്നു, നമുക്ക് കൂടിക്കാഴ്ച നടത്തണം. അങ്ങനെ ആലപ്പുഴയിൽ 3:30 യോഗം നടക്കുന്നു. അതിനു മുമ്പ് തന്നെ CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗവും എക്സിക്യൂട്ടീവ് യോഗവും നടക്കുന്നു. അതിലെ തീരുമാനങ്ങൾ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു. പക്ഷെ അവർ ആ തീരുമാനം പുറത്തു പറഞ്ഞില്ല. പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബിനോയ് വിശ്വം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹം ഹതാശനോ നിരാശനോ എന്ന് വേണ്ടി വിശേഷിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, ഒരു തീരുമാനം, ഞങ്ങളുടെ പരാതിക്കൊരു പരിഹാരവും ഇതുവരെ ഇല്ല. അത് വിട്ട് അദ്ദേഹത്തിന്റെ മര്യാദ കൊണ്ട് അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല. അദ്ദേഹം മന്ത്രിമാര് മാറി നിൽക്കുന്നോ മന്ത്രിസഭാ യോഗത്തെ ബഹിഷ്കരിക്കുന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഇനി ബുധനാഴ്ച വരെ സമയമുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞ് കൂടുതൽ വഷളാക്കണ്ട എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട്, അദ്ദേഹത്തിന്റെ അന്തസ് കൊണ്ട് പരിധി വിട്ട് വഴി വിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. പ്രകോപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതേ ഇല്ല. മറിച്ച് അദ്ദേഹം വളരെ പാടുപെട്ട് സംയമനം പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമാണ്. ആ മുന്നണി മര്യാദ CPM കാണിക്കുന്നില്ലെങ്കിലും CPM കാണിക്കുന്നുണ്ട്. പക്ഷെ ഇക്കുറി മര്യാദ എന്നുള്ളത് ആ മര്യാദ മാത്രമേ പാലിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന വ്യക്തം. മറിച്ച് ആത്മാഭിമാനം പണയപ്പെടുത്താൻ CPI തയ്യാറല്ല എന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ പ്രതിഷേധം CPI-യുടെ ഭാഗത്തു നിന്നുമുണ്ട്. അവർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. 4-ാം തീയതി മറ്റ് യോഗങ്ങൾ ചേരുന്നു. അതിനുശേഷം എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തുകയാണ്. ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന, അതും ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അല്പം
പ്രതീക്ഷ നൽകുന്നതായിരിക്കും. പക്ഷേ ഈ അസ്വാരസ്യങ്ങൾക്കിടയിലും മുന്നണി മര്യാദകൾ പാലിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നുണ്ട്. അനുനയത്തിനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്തു നിന്നുമുണ്ട്. അതിനപ്പുറം ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം നടത്തിയിരുന്നത്. ഇപ്പോഴും ആ രീതിയിൽ മര്യാദകൾ നിലനിർത്തിക്കൊണ്ടാണ് പുറമേക്ക് എന്താണ് തങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. CPIയെ ക്ഷണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി എന്നത് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞു പരിഹരിക്കും എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ടോ? അല്ല, ഇവിടെ രേണുക, ഇവിടെ ചോദ്യത്തിന് രണ്ട് ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. CPIയുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഒപ്പുവെച്ചിരിക്കുന്ന കരാറുമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്തു പോവുക. അതല്ല എങ്കിൽ ഇതിൽ നിന്ന് പിന്മാറി ഞങ്ങൾ വേറെ വഴി തേടുക. ഇത് രണ്ട് മാത്രമേ CPIയുടെ മുന്നിലുള്ളൂ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ വിചാരിക്കുന്നത് CPI കുറച്ചുകൂടി പണ്ട് CPIക്ക് ഉണ്ടായ ചില അനുഭവങ്ങൾ പോലെ CPI വഴങ്ങും എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതുന്നു. ഇവിടെ രേണുക ആദ്യം സൂചിപ്പിച്ച് തോമസ് ചാണ്ടിയുടെ കാര്യത്തിലാണ് ഇതിനു മുമ്പ് മന്ത്രിസഭ തീരുമാനം അവർ ബഹിഷ്കരിക്കുകയും അതിനുള്ള തീരുമാനമെടുക്കുകയും തോമസ് ചാണ്ടിയെ പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ചില ഉദാഹരണങ്ങൾ ഞാൻ അങ്ങയുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശ്രീ കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ട് DIC രൂപീകരിച്ചപ്പോൾ ആ DICയുമായിട്ട് സഖ്യം ചേരണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വല്ലാതെ ആഗ്രഹിച്ചതാണ്. അന്ന് ശ്രീ വെളിയം കാര്യം എന്താ പറയുക, തിരുവനന്തപുരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സഹായിക്കുകയും ലഡു വിതരണം ചെയ്തു ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ആ മുന്നണിയിൽ DICയെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ പാർട്ടിയെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ നിലപാട്, അത് VSന്റെ നിലപാടിനേക്കാൾ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു, ശ്രീ വെളിയം ഭാർഗവൻ. വെളിയം ഭാർഗവന്റെ ആ നിലപാടാണ് അന്ന് DICയെ ഇടതുമുന്നണിയിൽ പ്രവേശിക്കാതെ, ഇടതുമുന്നണിയിൽ ഇടം കിട്ടാതെ അവർക്ക് വീണ്ടും ഞങ്ങളുടെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം വന്ന് അതൊരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുക. പക്ഷെ അതിനുശേഷമുള്ള പല അനുഭവങ്ങളിലും CPIയുടെ നേതൃത്വം പിന്നോട്ട് പോയിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിയെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ CPIയും CPIയുടെ നേതാക്കന്മാരും ഒക്കെ വല്ലാതെ പിടിവാശി പിടിച്ചു. പ്രത്യേകിച്ച് കോട്ടയത്ത് കാനൻ രാജേന്ദ്രന്റെ നാട് കൂടിയാണ്. അവിടെ CPI വന്നു കഴിഞ്ഞു, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ അത് അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എതിർപ്പ് എന്നത് ഉണ്ടാകുമല്ലോ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നയപരമായ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വില്ലനാണ്. CPMനും CPIക്കും തമ്മിൽ രൂപീകരണം മുതൽ ഒരുപാട് വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വിയോജിപ്പ് ഒരു വിഷയത്തിൽ, നയപരമായ വിഷയത്തിൽ ഉണ്ട് എന്നിരിക്കെ പോലും അവർ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നതിന്റെ സൂചനയല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ CPIയുടെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. അത് മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗവും 4-ാം തീയതി അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന സംസ്ഥാന കൗൺസിലും ഒക്കെ ചേരുമ്പോഴേക്കും അവരൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം മറ്റൊന്നുമല്ല, ഒന്നുകിൽ ഈ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ ഞങ്ങൾ അംഗീകരിക്കും. ഓക്കെ, അതല്ല എങ്കിൽ ഞങ്ങൾ വേറെ വഴി തേടുന്നു. ഇത് മാത്രമേ CPIയുടെ മുമ്പിൽ, അത് രണ്ടും മാത്രമേ CPIയുടെ മുന്നിൽ വഴിയുള്ളൂ എന്നതാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും എത്താം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജെയ്ക്ക് സി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജെയ്ക്ക്, മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു പ്രശ്ന പരിഹാര നീക്കം നടക്കുമ്പോൾ അതൊരു സമവായത്തിലേക്ക് എത്തും എന്നതാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം അവിടെ തന്നെയുണ്ട്, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത്. എന്തുകൊണ്ടാണ് CPIയുടെ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്? ഇനി മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടും ഉണ്ടാകാത്ത സമവായം ഇനി എങ്ങനെ ഉണ്ടാകും? ആ സമവായം ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇത് അടഞ്ഞ അധ്യായം, എന്നേക്കുമായി ഈ തർക്കം തുടരും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനോട് വിയോജിച്ച് മുന്നണി ബന്ധം വിച്ഛേദിക്കുന്നു, ആ നിലയിലായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം.
ഞാൻ മനസ്സിലാക്കുന്നു മാധ്യമ വാർത്തകളിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച അവർ തമ്മിൽ നടന്നു. മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും വീണ്ടും ചർച്ചകൾക്കായിട്ടും സംവാദങ്ങൾക്കായിട്ടും ഇനി ഇടതുപക്ഷം, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം 2 പാർട്ടികളുടെയും പദവി അലങ്കരിക്കുന്ന വിവിധ കമ്മിറ്റികൾ അതൊക്കെ ചേർന്നു ആ ഡയലോഗ് എൻഗേജിംഗ് തുടരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടെ എല്ലാം അവസാനിച്ച് ബന്ധം വേർപിരിയുന്ന നിലയിലേക്ക് അത് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശ്രീ ജയ്ക്ക്, അത് അവരുടെ മര്യാദയാണ്, CPIയുടെ മര്യാദയാണ്. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് അത് പുറത്തു പറയാതിരിക്കുന്നത് അവരുടെ മര്യാദയാണ്. പുറത്തു പറഞ്ഞാൽ ചോദ്യങ്ങളുണ്ടാകും. ഈ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ഒരു മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് അവർ പുറത്തു പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. പക്ഷേ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് പറയുന്നു മുന്നണി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തി എന്നുള്ളത്. എന്തായാലും ഞാൻ കണ്ടിട്ടുള്ള മാധ്യമ വാർത്തകളിൽ ആദരണീയനായ CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭാ യോഗത്തിലോ മുന്നണി യോഗത്തിലോ തുടർ സമരങ്ങളിലോ രാഷ്ട്രീയമായി ഒരുമിച്ച് നടത്തേണ്ട കാര്യങ്ങളിലോ ഒന്നും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന നിലയിൽ പ്രതികരണങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, LDF യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ പറയാം എന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തെ രൂപീകരിക്കാൻ പര്യാപ്തമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ മഹത്തായ രക്തസാക്ഷിത്വ വാർഷികമായിരുന്നു. മുഖ്യമന്ത്രി പുന്നപ്ര വയലാർ സമരസേനാനികളെ സംബന്ധിച്ചുള്ള പുസ്തകം, അവരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ വിശദമായ ഗവേഷണ ഗ്രന്ഥം അത് ആദരണീയനായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടാണ് പ്രകാശിപ്പിച്ചത്. നിറഞ്ഞ ചിരിയോടുകൂടെ രണ്ടുപേരും ഏറ്റുവാങ്ങുകയും പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതും അത് രണ്ടുപേരും സന്തോഷത്തോടുകൂടെ പങ്കാളിയാകുകയും ചെയ്യുന്ന ചിത്രമാണ് ഇന്ന് അതിപ്പോ വ്യത്യസ്ത മുന്നണിയിലുള്ള വ്യത്യസ്ത പാർട്ടിയിലുള്ള ആളുകൾ അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ പോലും ആ രീതിയിലല്ലേ ആ ചടങ്ങ് നടക്കുകയുള്ളൂ. ശ്രീ ജയ്ക്ക്, താങ്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടുന്ന ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളല്ലേ? അല്ല, അങ്ങ് സൂചിപ്പിക്കുന്ന തരത്തിലൊരു ബഹിഷ്കരണം, ഒരു മുന്നണി ബന്ധത്തിലെ വിച്ഛേദനം അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലെ ബഹിഷ്കരണം, ഇത്തരം തീരുമാനങ്ങളൊന്നും CPIയുടേതായി വന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ വാർത്തകൾ അങ്ങ് സൂചിപ്പിക്കുന്ന പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് താങ്കൾ കേട്ടുവല്ലോ. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ. CPI സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വിളിച്ച് വലിയൊരു വാർത്താ സമ്മേളനം, 1 മണിക്കൂറോളം നീളുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? CPIയെ ഇരുട്ടിൽ നിർത്തി എന്നതാണ് പറഞ്ഞത്. ദേശീയ നേതൃത്വത്തിന് CPI അയച്ച കത്തിൽ എന്താണുള്ളത്? ഗൂഢാലോചന നടന്നു എന്നതാണ്. സംതിങ് ഈസ് റോങ് എന്നതാണ് ഡൽഹിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഈ പദ്ധതി ഒപ്പിടുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പ്രശ്നം പരിഹരിച്ചതുമില്ല. അങ്ങ് സൂചിപ്പിച്ച CPIയുടെ ഇത്തരം പരാമർശങ്ങൾ, വിമർശനങ്ങൾ അതൊക്കെ എത്രത്തോളം പബ്ലിക് ഡൊമൈന് മുമ്പിൽ വസ്തുതാപരമായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞത് അത്രയും എല്ലാ തെളിവുകളോടെയും ഉണ്ട്. അതൊരു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളായി തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഇല്ല, ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പ്രതികരണം നടത്താം. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഈ ഇത്തരം വിമർശനങ്ങൾ, ഇരുട്ടിൽ നിന്നെടുത്ത തീരുമാനം, ചർച്ചകൾ ഉണ്ടായില്ല, ഈ പദ്ധതി MOU ഒപ്പിട്ടതിലൂടെ കേരളത്തിൽ നടപ്പിലാകാൻ സാധ്യതയുള്ള വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർവൽക്കരണം, ഇതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു PM3 അല്ല നമ്മുടെ പ്രശ്നം. ദേശീയ വിദ്യാഭ്യാസ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ്, പുതിയ വിദ്യാഭ്യാസ നയമാണ്. ആ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരമുള്ള പ്രശ്നം എന്താണ്? അത് യഥാർത്ഥത്തിൽ സംഘപരിവാർവൽക്കരണത്തിനുള്ള ഒരു ഉപാധിയായി കേരളത്തിൽ മാറില്ല എന്നുള്ളതാണല്ലോ ഇതിന്റെ മർമ്മം, ഇതിന്റെ നക്ഷൽ എന്ന് പറയുന്നതാണല്ലോ. അത്തരം ആശങ്കകളാണ് അങ്ങ് സൂചിപ്പിച്ച ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നതെങ്കിൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാചകം മാത്രം കൂട്ടി ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് എന്താണ്? PM3 scheme does not require mandatory implementation of national education policy. അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു PM3 പദ്ധതി മാൻഡേറ്ററി ആയി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ നടത്തിപ്പ് ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല അദ്ദേഹം അതിന്റെ തുടർച്ചയിൽ പറയുന്നത് എന്താണ്? there is nothing mandatory. Education is on the concurrent list. The states determine what their curriculum should be. അതായത് ഇതിനകത്ത് ഒന്നും നിർബന്ധമില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങൾക്കാണ് കരിക്കുലത്തിന്മേലും സിലബസിന്മേലുമുള്ള പരിപൂർണ്ണ നിയന്ത്രണാവകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറി അല്ല, യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കരുതുന്ന യൂണിയൻ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. സഞ്ജയ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിലെ വാചകമാണ് ഞാൻ ഉദ്ധരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജെയ്സി തോമസ് വിശ്വസിക്കുന്നുണ്ട്, CPM വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ CPIക്ക് വിശ്വാസമല്ലെന്നേ. അവർ പറയുന്നത് ഈ MOU തന്നെ റദ്ദാക്കണമെന്നാണ്. അല്പം മുമ്പ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ D രാജ പറഞ്ഞത്
കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ MOU റദ്ദാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒപ്പിട്ടു നടത്തില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ MOU റദ്ദാക്കണം എന്നതാണ് CPIയുടെ നിലപാട്. അല്ല, അവരുടെ നിലപാട് അതായിരിക്കാം. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിനോട് നേരിട്ട് എൻഗേജ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ആ ഒപ്പിട്ട MOU എങ്ങനെയാണ് റദ്ദാവുക? എനിക്കതിനെ സംബന്ധിച്ച് പരിമിതികളോട് കൂടെയുള്ള അറിവേ ഉള്ളൂ. അതങ്ങനെ വാക്കാൽ പറഞ്ഞാൽ റദ്ദാകുന്ന തരം ഒരു MOU ആണോ എന്ന് ഞാൻ MOUയിൽ നിന്ന് സംസ്ഥാനത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല MOUയിൽ നിന്ന്. അതാണ് അതിന്റെ വസ്തുത. അപ്പോൾ എങ്ങനെ പ്രശ്നപരിഹാരം എന്നതാണല്ലോ ചോദ്യം. അല്ല, അപ്പൊ അതിൽ നിന്ന് സ്വാഭാവികമായി നമുക്ക് ചില അനുമാനങ്ങളിലേക്ക് എത്താമല്ലോ. ഞാനിപ്പോ ഒരു തീർപ്പ് കൽപ്പിക്കലിനോ ഏകപക്ഷീയമായ വിധി പ്രസ്താവനത്തിനോ ഇല്ല. ഈ കാര്യത്തിനകത്ത് ചർച്ച തുടരുമെന്നുള്ളതാണ് രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാരും പൊതുവിൽ മുന്നണി നേതൃത്വവും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നതും അവർ സ്വീകരിച്ചിരുന്ന സമീപനവും ഈ എൻഗേജ്മെന്റ് തുടരുമെന്നുള്ളതാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ NEP മാൻഡേറ്ററി അല്ല ഇനി യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കകത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശരിയായ ഒരു ബദൽ അനുഭവം, അത് ഞാൻ ആവർത്തിക്കുന്നു, പ്രസ്താവനകളുടെയും മുദ്രാവാക്യങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിലല്ല, കേരളത്തിന്റെ ഒരു സമീപ വർഷങ്ങളിലെ കേരളത്തിന്റെ അനുഭവം എന്താണ്? ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ചരിത്രവൽക്കരണം തെറ്റായി RSS വൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ്. അതായത് മുഗൾ രാജവംശത്തിന്റെ ദീർഘകാലത്തെ ചരിത്രം റദ്ദ് ചെയ്യുന്നു, ഗാന്ധി വധത്തെ ഒഴിവാക്കുന്നു, ഗാന്ധിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ ഗോഡ്സെ എന്ന ഇന്ത്യൻ വർഗീയവാദിയെ സംബന്ധിച്ചുള്ള പരാമർശം ഒഴിവാക്കുന്നു, അതോടൊപ്പം മലബാർ സമര സേനാനികളുടെ പേര് ഒഴിവാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ചരിത്രത്തിലെ നിർമ്മിതികളെ RSS വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ NEPയിലുള്ളത്. അതിനോട് കേരളം എങ്ങനെയാണ് പ്രതികരിച്ചത്? അങ്ങ് നോക്ക്, ബംഗാളും തമിഴ്നാടും പോലും സ്വീകരിച്ചിട്ടില്ലാത്ത പ്രായോഗികമായ പ്രതികരണം കേരളം നടത്തിയില്ലേ? കേരളം ഈ ഗാന്ധിവധത്തെ ഒഴിവാക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ കേരളം പറയുന്നു ഗാന്ധിവധം കേരളത്തിലെ കുട്ടികൾ പഠിക്കും, ഒരു സംശയം വേണ്ടതില്ല എന്ന് മാത്രവുമല്ല, അതിന്റെ തുടർച്ചയിൽ എന്ത് ചെയ്തു? മുഗൾ രാജവംശത്തിന്റെ ചരിത്രം പഠിപ്പിക്കാൻ ശ്രമം ഉണ്ടാകുന്നു. ശ്രീ ജയ്ക്ക്, നമ്മുടെ ചർച്ചയിലെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ജയ്ക്ക്, നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് എവിടെയാണ്, എപ്പോഴാണ്? ശ്രീ ജയ്ക്ക്, ഈ MOU ഒപ്പിടുന്നതിന് മുൻപ് ഇതൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെയൊക്കെ ഇത് നടത്താനുള്ള സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്ന് എതിർപ്പുന്നയിച്ച CPIയെ ബോധ്യപ്പെടുത്തി ഈ MOU ഒപ്പിടുക എന്നതായിരുന്നില്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ അവരെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ, CPMൽ പോലും ചർച്ച ചെയ്യാതെ, സെക്രട്ടേറിയറ്റോ സംസ്ഥാന സമിതിയോ ഒന്നും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തു. CPM മന്ത്രിമാർ പോലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇത് നടത്തിയെടുത്തു. അതിനുശേഷം ഒരു മുന്നണി മര്യാദയും പാലിക്കാതെ LDFൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല, ഇത് നടപ്പാക്കി. മാധ്യമങ്ങളിലൂടെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPI ഇത് അറിയുകയാണ്. അവർക്കുണ്ടായിട്ടുള്ള മനോവിഷമവും ബുദ്ധിമുട്ടുകളും അഭിമാനക്ഷതവും എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഇത് ഇങ്ങനെയൊക്കെ നടപ്പാക്കാൻ പറ്റും, ഞങ്ങൾ ഇതിങ്ങനെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റും, കേന്ദ്രം പറയുന്നത് കേട്ടില്ലേ, വിശ്വസിക്കൂ എന്ന് പറയാണ്. ഇതിവിടെ അല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്, ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ അല്ലല്ലോ ഇത് വരേണ്ടത്. ഇത് പറയേണ്ട സമയത്തായിരുന്നില്ലേ ഇതൊക്കെ പറയേണ്ടത്? എനിക്ക് അക്കാര്യത്തിൽ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. അങ്ങ് ദയവ് ചെയ്ത് CPIയെ വില കുറച്ച് കാണാൻ അങ്ങ് ശ്രമിക്കരുത്. കാരണം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ CPIയെ ഇവിടെ അല്ലല്ലോ പറയേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടിയിരുന്നില്ലേ? ഇതാണ് അങ്ങ് ചോദിച്ചത്. ഞാൻ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ എത്രയോ ആഴ്ചകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണം നടത്തുകയും അഡീഷണൽ ടെക്സ്റ്റ് ആയിട്ട് മുഗൾ ഡൈനാസ്റ്റി, ഗാന്ധി അസാസിനേഷൻ, അതിന്റെ തുടർച്ചയിൽ മലബാർ സമരം, തുടർച്ചയിൽ ഗവർണറുടെ അധികാരപരിധിയുടെ കുറവ്, ലിമിറ്റേഷൻ എന്താണ്, ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള പാഠഭാഗം കേരളത്തിലെ കുട്ടികളെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ടെക്സ്റ്റായി കേരളം പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നതിനെ CPI ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ മതനിരപേക്ഷവാദികളും നിറഞ്ഞ മനസ്സോടുകൂടെ സ്വീകരിക്കുകയും അതിന് സ്വാഗതം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ CPIയുടെ മറ്റെല്ലാവരുടെയും അനുഭവത്തിലുള്ളതുപോലെ അവരുടെ അനുഭവത്തിലുമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനോട് എൻഗേജ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് കേരളം ഈ വർഗീയ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണോ? ശ്രീ ജയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കരുത്. അത് കേരളത്തിന്റെ ബദലാണ്. NEPക്കെതിരായ ബദൽ കേരളം കെട്ടിപ്പടുക്കുന്ന രീതിയായിരുന്നു അത്. അത് തന്നെയായിരുന്നു CPMും പറഞ്ഞുകൊണ്ടിരുന്നത്. പൊതുവെ CPIയും പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. പാർട്ടിയുടെ നിലപാടുകൾ അത് തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു ഘട്ടത്തിൽ CPM വഴിമാറി പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായ മന്ത്രി വഴിമാറി പോകുന്നു. CPIക്ക് അത് പറ്റുന്നില്ല എന്ന സാഹചര്യമാണ്. അല്ലാണ്ട് PM ശ്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നുവെങ്കിൽ അതിന്റെ മന്ത്രിമാർക്ക്, സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനെ വന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയേണ്ടി വരില്ലല്ലോ. മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് ഞങ്ങൾ എന്ന് പറയേണ്ടി വരില്ലല്ലോ. അവിടെ തന്നെയാണ് അങ്ങ് കാര്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയുള്ള അഭിമാനകരമായ ഓൾട്ടർനേറ്റീവ് ബദല് കേരളം പടുത്തുയർത്തിയത് ശ്രദ്ധയോടുകൂടെ പ്രായോഗികമായി നമ്മളെല്ലാവരും കണ്ടതാണ്.
ഈ PM-ശ്രീ പദ്ധതിയുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എതിർപ്പ് അറിയിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ഏത് ഘട്ടത്തിലാണ് ഈ PM-ശ്രീയുടെ മറവിൽ NEP നടപ്പിലാക്കാനുള്ള ശ്രമം കേരളത്തിൽ യൂണിയൻ ഗവൺമെന്റ് നടത്തില്ലേ എന്നുള്ളതാണ്. അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം അതിന്റെ മറുപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ഹയർ എൻഡിൽ നിൽക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയും അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു ദിസ് ഈസ് നോട്ട് മാൻഡേറ്ററി. മാത്രവുമല്ല ഈ കാര്യത്തിൽ കരിക്കുലവും സിലബസും അടങ്ങുന്ന കാര്യങ്ങൾക്കകത്ത് സംസ്ഥാനങ്ങൾക്കാണ് പരിപൂർണ്ണ നിയന്ത്രണാവകാശം. യൂണിയൻ ഗവൺമെന്റിന് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് PM-ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ അടിച്ചേൽപ്പിക്കുമെന്ന ആശങ്കയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പക്ഷേ CPI ഇപ്പോഴും പറയുന്നു അത് എഡ്യൂക്കേഷന്റെ കമ്മ്യൂണലൈസേഷൻ ആണ്, അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നതാണ്. അത് ബിസിനസ് വൽക്കരിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് CPI പറയുന്നത്. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇന്ന് പുന്നപ്രയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ CPIയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം നടന്ന ഈ ജയ്ക്ക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതിന് ശേഷമുള്ള ഊഷ്മളമായ സൗഹൃദത്തിന് ശേഷം നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. പദ്ധതികളെ മുടക്കുന്നതിന് ശ്രമിക്കുന്നവരുടെ കൂടെയല്ല നിൽക്കേണ്ടത്. ആ അനുഭവമല്ലേ നമ്മുടെ കേരളത്തിന് ഈ രണ്ട് കാലഘട്ടത്തിൽ കാണാൻ കഴിയുക. ഒരു കാലഘട്ടം പദ്ധതി മുടക്കുന്നവരുടെ കൂടെ ഗവൺമെൻറ് നിന്ന കാലം, മറ്റൊരു കാലം പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് നിന്ന കാലം. ശ്രീ ജോമോൻ ചക്കയാലക്കൽ, പദ്ധതി നടപ്പാക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ എന്നതാണ് മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത്. അത് CPIക്കുള്ള പരോക്ഷ മറുപടി എന്ന നിലയിൽ കൂടി കാണുകയാണ്. അപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ പേരിൽ നേരത്തെ കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് പ്രശംസ നേടിയിട്ടുണ്ട്. ദേശീയപാത വിഷയത്തിലൊക്കെ അത് മറ്റുള്ളവർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പൊതുവെ പറയുന്നു പദ്ധതികൾ നടപ്പാക്കുന്നവർക്കൊപ്പമാണ് എന്ന്. എന്തായാലും നിങ്ങളുടെ കടുംപിടുത്തം, ഇടതുമുന്നണിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ അവരുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിൽ വളരുമ്പോൾ നിങ്ങളുടെ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്ന മനോഭാവമാണോ, ആ മനോഭാവത്തിലാണോ താങ്കൾ ഉള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് രേണുക, ഇപ്പൊ CPM-ന്റെ പ്രതിവക്താവ് ജേക്സി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് 1 മണിക്കൂറോളം സമയം ബിനോയ് വിശ്വവുമായി ഇന്ന് ചർച്ച നടത്തി. ആ ചർച്ചയുടെ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ജേക്സി തോമസിന് അറിയാം. അവർ വളരെ ചിരിച്ചു കളിച്ച് അവർ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പങ്കുവെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ അവസാന നിമിഷങ്ങൾ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഴിമതി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നു. കാരണം ഒരു കാര്യം മനസ്സിലാക്കട്ടെ, 2024 മാർച്ചിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് കേരള സർക്കാർ ഉറപ്പ് കൊടുത്തതാണ് ഞങ്ങൾ ഇതിൽ ഒപ്പിടുമെന്ന്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ മുൻപ് കഴിഞ്ഞതുമാണ്. ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ തമ്മിൽ നടക്കുന്ന ഈ ചക്കളത്തിപ്പോര്, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശബരിമല പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, ഇപ്പോൾ രാത്രിയിലടക്കം നമ്മൾ ചർച്ച ചെയ്യുന്ന നിലവാരത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിന്റെ പുറകിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ടോ എന്ന് വേണം സംശയിക്കാൻ. കാരണം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം CPI നടത്തിയിട്ടുണ്ട്, CPM നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും അറിയാം. അവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. പറയുന്ന ഒരു കാവ്യവൽക്കരണമോ പറയുന്ന ഒരു സംഘപരിവാദിസമോ ഒന്നും ഇതിന്റെ പുറകിലില്ല എന്നും കുട്ടികളുടെ നല്ല നിലവാരത്തിൽ സുരേന്ദ്രനാണ് പറഞ്ഞത് ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ചരിത്രത്തെ കുറിച്ചൊക്കെ എല്ലാവരും പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അല്ല, ആർക്കും വേണ്ടാത്ത പരിണാമ സിദ്ധാന്തം പഠിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞിട്ട് ഇതൊക്കെ വരട്ടെ അതൊക്കെ ആർക്കും വേണ്ടാത്തതാണ് എന്ന് താങ്കൾ തീരുമാനിച്ചതുകൊണ്ട് മതിയോ? അല്ലല്ല, നമുക്കറിയാലോ, പ്രായോഗികമായ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരണം. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായ പഠനം വിമാനം കണ്ടുപിടിച്ചതുപോലത്തെ പഠനമല്ലേ? അതാണ് ഇവിടെ പറ്റില്ല എന്ന് പറയുന്നത്. CPI കുറച്ച് ശക്തമായി പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രിയും മറ്റുള്ളവരും പറയുന്നതും അത് തന്നെയാണ്. എന്തായാലും അതിലേക്ക് വരേണ്ടതില്ല, അതിന്റെ ആവശ്യമില്ല എന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി കൂടി പറഞ്ഞു. പക്ഷെ അതൊന്നും അറിയാതെയാണ് സുരേന്ദ്രൻ പറയുന്നത് പഠിപ്പിക്കുമെന്ന് പറയുന്നത്.
അല്ല, അതല്ല, രാഷ്ട്രീയമായ ചില വാഗ്വാദങ്ങളാണ്. ആ സമയത്ത് ചിലപ്പോൾ പലതും പറഞ്ഞിരിക്കാം. അതൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ നാളുകൾ പ്രാവർത്തികമായെന്ന് വരത്തില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്. കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതി ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. കാരണം നമുക്കറിയാം CPIയുടെ പവർ എന്താ. നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത് ആരുടെ അജണ്ടയാണ്? മുഖ്യമന്ത്രി 10-ാം തീയതി വന്ന് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇതിന് വേഗം കൂടിയത്. 10-ാം തീയതി വന്ന് 16-നകം എന്ത് സംഭവിച്ചു എന്നതാണ് അറിയേണ്ടത്. അപ്പൊ ആരുടെ അജണ്ട, എങ്ങനെ നടപ്പാക്കിയ അജണ്ട? ഞാൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിലെ 336 സ്കൂളുകൾക്ക് ഒരു വർഷം 1 കോടി രൂപ വെച്ച് കിട്ടുന്നത് അജണ്ടയാണോ? ഇവിടുത്തെ കുട്ടികളുടെ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകൾ നന്നായി വരുന്നത് ആരുടെ അജണ്ടയാ? ഇത് നോക്കൂ, എത്ര നല്ല പദ്ധതിയാണിത്. പദ്ധതിയുടെ ഓക്കെ, സ്കൂളുകൾക്ക് പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളം അതിന്റെ ഏതാണ്ട് അതേ മോഡൽ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എങ്ങനെയാണെന്നോ അവിടുത്തെ സൗകര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ലാബുകളായാലും ഈ PhD പറയുന്ന സൗകര്യങ്ങളായാലും. പക്ഷേ ഫോട്ടോ ഉണ്ടാകില്ല കേട്ടോ. പക്ഷെ ഫോട്ടോ ഉണ്ടാകില്ല, പേരുണ്ടാകില്ല, അത് സത്യമാണ്. പക്ഷെ ബാക്കിയുള്ള സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോ എങ്കിൽ പോലും അവിടെ കിട്ടേണ്ടുന്ന പൈസ കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താണ് ശ്രീ ജോമോൻ ചക്കാലക്കൽ, അതിന്റെ പേരിൽ SSIയുടെ ഫണ്ട് വരെ പിടിച്ചു വെച്ച് കേരളത്തെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫണ്ട് പോലും പിടിച്ചു വെക്കുകയായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിലേക്ക് CPM പോകേണ്ടുന്ന തരത്തിൽ, വി ശിവൻകുട്ടി ഇതിലേക്ക് ഒപ്പിടേണ്ടുന്ന തരത്തിൽ, CPIയെ ഇരുട്ടിൽ നിർത്തി ഒപ്പിടേണ്ടുന്ന തരത്തിൽ എന്ത് സംഭവിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രേണുക നോക്കൂ, 3 ആളുകൾ ഇവിടെ സംസാരിച്ചപ്പോൾ താങ്കൾ മിണ്ടാതിരുന്ന് കേട്ടു. അല്പനിമിഷം ആരെങ്കിലും പറഞ്ഞു എന്തിനാ സ്കൂളിൽ പരിണാമം സിദ്ധാന്തം പഠിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വേറെ ഏതെങ്കിലും പാനലിസ്റ്റുകൾ പറഞ്ഞത് താങ്കൾ കേട്ടോ? അബദ്ധങ്ങളല്ല ഞങ്ങൾ പറഞ്ഞത്, രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ പഠിപ്പിക്കട്ടെ എന്ന്. എന്തുകൊണ്ട് ഹെഡ്ഗേവറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് രേണുവിക്ക് പൊള്ളുന്നേ? ചരിത്രം മുഴുവൻ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞത് അത് പഠിക്കാമെങ്കിൽ ഇതും പഠിക്കാമെന്നാ പറഞ്ഞേ. ഇപ്പോ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ പറഞ്ഞത് കേരളത്തിന്റെ കരിക്കുലം എന്താണ് എന്നത് കേരളം തീരുമാനിക്കാം. അതാണ് വ്യവസ്ഥ എന്നിരിക്കെ ആരെ പഠിപ്പിക്കണമെന്ന് K. സുരേന്ദ്രൻ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ജോമോനും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇനി ഈ പഠിപ്പിച്ചാൽ തന്നെ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പഠിപ്പിച്ചാൽ തന്നെ എന്താണ് കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ. രീതിയിലല്ലേ പഠിക്കേണ്ടത്? ശരി, എന്റെ രേണുക, ഞാൻ പറയുന്നത് വിഷയത്തിന് വെറുതെ അതും ഇതും പറഞ്ഞ് ആളുകൾക്കിടയിൽ നമ്മൾ ഒരു തെറ്റിദ്ധാരണ പരത്താതെ ഈ വിഷയത്തിന്റെ പ്ലസ് പോയിന്റിലേക്ക് മാത്രം കടന്നു വരണം. ഇപ്പൊ ഒരുപക്ഷെ ഇതിന്റെ കൃത്യമായ കരിക്കുലം നമുക്ക് അറിയില്ലെങ്കിലും ഒരുപക്ഷെ ചരിത്രങ്ങൾ പോലും ഒരുപക്ഷെ എല്ലാം പഠിപ്പിക്കില്ല. എന്തിനാണ് നമ്മുടെ കൈത്തുമ്പിൽ കിട്ടുന്ന ചരിത്രം പഠിച്ച കുട്ടികളെ സമയം കളഞ്ഞ പ്രായോഗിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ പറയുന്നത് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ചരിത്രവും പഠിപ്പിക്കട്ടെ. എന്തുകൊണ്ട് ഹെഡ്ഗേവറിനെ കുറിച്ച് പഠിപ്പിച്ചാൽ കുഴപ്പം? ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചൊരു വ്യക്തിയെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അതിന് ഉത്തരം പറയൂ. എന്താണ് കുഴപ്പം? ആ വ്യക്തിയെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ആരെങ്കിലും? പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു കാര്യം, ഗാന്ധിവധം പഠിക്കേണ്ട, ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കുക. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം മലയാളികളുടെയും ചില ചാനലുകളുടെയും ഒക്കെ പ്രൊപ്പഗണ്ടയാണ്. അങ്ങനെയൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. കൃത്യമായി ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു എന്ന് പറയുന്നത്, LDFന്റെ പ്രതിനിധി തന്നെ പറഞ്ഞില്ല. വിദ്യാഭ്യാസ സെക്രട്ടറി എന്താ പറഞ്ഞത്? കരിക്കുലത്തിൽ നിങ്ങൾക്കൊരു മാറ്റവും വരുത്തണ്ട. പിന്നെ എന്താണ് ഇത്രയും കോടി രൂപ എന്തിനു നഷ്ടപ്പെടുത്തണം എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? 3 പ്രാവശ്യം നിങ്ങൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരോട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചല്ലോ, എന്താണ് പ്രോബ്ലം? NEPയുടെ വിഷയം നിങ്ങൾ പറയൂ. NEPയുടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ മിണ്ടാതിരുന്നല്ലോ. NEPയുടെ വിഷയം ചോദിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നല്ലോ. എന്താണ് കുഴപ്പമെന്ന് 3 NEPയുടെ വിഷയമല്ല ശ്രീ ജോമോൻ ചക്കാലക്കൽ. ഇതിപ്പോൾ 5:3:2 2:2 ആയിട്ട് ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചട്ടങ്ങൾ മാറുന്നതിന്റെ പ്രശ്നം മാത്രമല്ല, ഇതിന്റെയൊക്കെ ഇടയിലൂടെ കുത്തിവിടുന്ന മറ്റ് രാഷ്ട്രീയമുണ്ടല്ലോ, കാവ്യവൽക്കരണമുണ്ടല്ലോ. അതാണ് പ്രശ്നം. നേരായ വഴിക്ക് ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നതിനുള്ള പ്രശ്നങ്ങളല്ല, അതിന്റെയൊക്കെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഉണ്ടല്ലോ, കാവ്യവൽക്കരണമുണ്ടല്ലോ, അതിനെയാണ് എതിർക്കുന്നത്. നോക്കൂ, ഞാൻ അത് ചൂണ്ടിക്കാട്ടിയല്ലോ. PM ശ്രീ നടപ്പാക്കേണ്ടുന്ന സംസ്ഥാനങ്ങൾക്ക് നടപ്പാക്കാം എന്ന് വെക്കുമ്പോൾ എന്തിനാണ് അത് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളുടെ SSA ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ അതിലേക്ക് സമ്മർദ്ദപ്പെടുത്തി എന്ത് നേടാനാണ്? ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാം, ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് സഹായം എത്തിക്കാം എന്ന മനസ്ഥിതിയാണെങ്കിൽ എന്തിനാണ് അവർക്ക് അവകാശപ്പെട്ട പണം പോലും തടഞ്ഞു വെച്ച് ആ സമ്മർദ്ദം ചെലുത്തുന്നത്? അപ്പോൾ അതിന് പിന്നിൽ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആ സമ്മർദ്ദം വരുത്തുന്നത്. അങ്ങനെ പണമില്ലാതെ ഞെട്ടിപ്പിഴിയുമ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു.
രേണുക ഒന്നല്ലെങ്കിൽ രേണുക പറയൂ, ഇല്ലെങ്കിൽ പറയാനുള്ള അവസരം തരും. ഞാനൊരു കാര്യം പറട്ടെ, എന്റെ MOയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ പണം ലഭിക്കൂ എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പിടാതെ പണം കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി പഞ്ചായത്തിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ആടിനെ വളർത്താൻ ആളുകൾ ഷെഡിന് പൈസ കൊടുക്കും. നിങ്ങൾക്ക് 72,000 രൂപ കിട്ടിയിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്കിപ്പോ ആട് വളർത്താനൊന്നും പറ്റത്തില്ല, എനിക്ക് പണം മാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് കേരളം പോലെ ഏറ്റവും അഴിമതിയുള്ള ഒരു സംസ്ഥാനത്ത് കൃത്യമായിട്ട് അതിൽ ഒപ്പിടാതെ പണം എങ്ങനെ കൊടുക്കാൻ കേരളം കഴിയും? പോലെ അഴിമതിയുള്ള സംസ്ഥാനമോ? അത് ഏത് മാനദണ്ഡത്തിലാണ് താങ്കൾ കേരളം പോലെ അഴിമതിയുള്ള ഞാൻ സംസ്ഥാനം ചോദിക്കട്ടെ, പറഞ്ഞത്? ശബരിമല പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത്, ലക്ഷക്കണക്കിന് ആളുകൾ വർഷാവർഷം പോകുന്ന ഒരു സ്ഥലത്തെ സ്വർണം പോലും കാണാനില്ല, ദേവന്റെ വിഗ്രഹം പോലും കാണാനില്ല, മറ്റൊരു മോഡൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ അഴിമതിയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ്? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ പറയാ അവതരിപ്പിച്ചോളൂ, പക്ഷെ നിഷ്പക്ഷമാകണ്ടേ? അല്പമെങ്കിലും ശബരിമലയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം SIT നടത്തുകയാണ്. അല്ലാണ്ട് ഞങ്ങളുടെ കേരളത്തെ ഒരു അഴിമതി സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് താങ്കൾ വടക്കോട്ട് നോക്കി ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ കാര്യം ആലോചിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ദയവായി പദ്ധതികൾ തുടരുക. എന്താണ് ഞാൻ പറയുന്ന ഒരു കാര്യം പോലും ഈ വിഷയത്തിന്റെ നിങ്ങൾ പറയുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ മറ്റു ചാനലിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. നോക്കൂ, എന്തൊരു തെറ്റിദ്ധാരണ. മറ്റു ചാനലുകളിൽ പറയുന്നല്ലോ, ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ. താങ്കൾ കേരളത്തെ അപമാനിക്കുന്ന തരത്തിൽ അഴിമതി സംസ്ഥാനം എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഏത് മാനദണ്ഡത്തിൽ പറഞ്ഞു? ഇനി കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും മാനദണ്ഡ പ്രകാരം അഴിമതി സംസ്ഥാനമായി കേരളത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ ഇല്ല എന്നിരിക്കെ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റിനെ, എന്റെ സ്റ്റേറ്റിനെ അങ്ങനെ അപമാനിച്ച് പറഞ്ഞതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഞാൻ തിരിച്ചെത്താം മറ്റ് അതിഥികളിലേക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ NEPയുടെ ഭാഗമായ 5+3+3+4 എന്ന ഒരു സ്ട്രക്ചറിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടി വരുമായിരിക്കും. കാരണം ദേശീയ ചട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വന്നില്ല എങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ CPIയെ സംബന്ധിച്ച് അതിലൊക്കെയുള്ള എതിർപ്പ് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. അത് ആ രീതിയിൽ നയപരമായ വിഷയമെങ്കിൽ പോലും. പക്ഷേ ഇവിടെ ഇപ്പോൾ CPM തന്നെ ഉറപ്പു നൽകുന്നു, ഇനിയിപ്പോൾ ഏതാണ്ട് 6 മാസമേ ഉള്ളൂ ഈ മന്ത്രിസഭയുടെ കാലാവധി. ആ കാലത്തിനുള്ളിൽ ഇത് നടപ്പാക്കില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കില്ല എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് CPIക്ക് വേണമെങ്കിൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാം. പക്ഷെ അതിനപ്പുറം അവരെ വേദനിപ്പിച്ചിരിക്കുന്നത് മുന്നണി മര്യാദകളാകെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദുരൂഹതയിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി ഒപ്പിട്ട നടപടിയാണോ? അതുകൊണ്ടാണോ ഒരു പെട്ടെന്നുള്ള കീഴടങ്ങൽ സാധ്യമാകാതെ പോകുന്നത്? മുന്നണി മര്യാദയുടെ ലംഘനം ഇവിടെ നടന്നു എന്നതാണോ ഈ പ്രശ്നപരിഹാരം അകലെയാക്കുന്ന പ്രധാന ഘടകം? രേണുക, എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഒരു മർമ്മത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ഇവിടെ NEPയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വലിയ സ്കോപ്പില്ല. കാരണം എന്താ വെച്ചാൽ അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് BJPക്ക് ഒരു അജണ്ടയുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അതിനകത്ത് മുഴുവനായിട്ടും സ്റ്റേറ്റ് സിലബസ്, സംസ്ഥാനത്തിന്റെ സിലബസുകൾ, പാഠ്യപദ്ധതി തയ്യാറാക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും എന്നുള്ള ഭീതിയൊക്കെ ഒരു പക്ഷേ അസ്ഥാനത്തായിരിക്കാം. അപ്പൊ സംസ്ഥാനം അത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടൊരു സംഗതി ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്നൊരാശങ്കയിൽ വലിയ അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങൾ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇത്രയും നിരുപദ്രവവും നിഷ്കളങ്കവും അതുപോലെ തന്നെ അനിവാര്യവുമായ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് മന്ത്രിസഭയിൽ മറച്ചു വെച്ചുകൊണ്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചു കടത്തിയെടുക്കുന്നതിന്? മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ മാത്രമാണോ ഈ ബോധോദയം ഉണ്ടായത്? അല്ലെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഞാനതിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതായത് പാർട്ടി കോൺഗ്രസിൽ, മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പോലും CPM എടുത്ത നിലപാട് എന്താ? ഔദ്യോഗികമായിട്ട് പാർട്ടി കൈക്കൊണ്ട നിലപാട് ഈ പറയുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയം പറ്റില്ല, അത് സ്വീകരിക്കാൻ കഴിയില്ല, അതുമായിട്ട് യോജിക്കാൻ കഴിയില്ല, അത് കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കുകയാണ്, സംഖ്യവൽക്കരണത്തിലേക്കുള്ള പോക്കാണ്, ചരിത്രത്തിന്റെ നിരാസമാണ്, BJP ആഗ്രഹിക്കുന്നത് മാത്രം പഠിപ്പിക്കാൻ സംസ്ഥാനങ്ങളെ നിർബന്ധിതമാക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്ന് പാർട്ടി കോൺഗ്രസിൽ പോലും വിലയിരുത്തിയിട്ട് 6 മാസം കഴിയും മുമ്പ് ഈ സമ്മർ സോൾട്ട് അടിച്ച് ഇപ്പൊ പോയി പ്രധാനമന്ത്രിയെ കാണുന്നു, പ്രധാനമന്ത്രിയോട് സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നു, ഉടനെ വിദ്യാഭ്യാസ മന്ത്രിയെ ചുമതലപ്പെടുത്തുന്നു, അവിടെ പോയി ഒപ്പിടുന്നു.
ഇതാണോ ഇതിനകത്ത് CPI-യെ വിശ്വാസത്തിൽ എടുക്കണ്ടേ? ആ മുന്നണിക്കകത്ത് 10 ഘടകകക്ഷികളുണ്ടെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകകക്ഷിയോട് പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒഴിച്ച് വേറെ ആരാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്? പാർട്ടിയിലും അറിഞ്ഞിട്ടില്ല. പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല, ദേശീയ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാത്രമല്ല, ഈ CPI എന്ന് പറയുന്നത് തീരെ ഒരു ഈർക്കിലി പാർട്ടിയൊന്നും അല്ലല്ലോ. അതൊരു ദേശീയ പാർട്ടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള CPM-നെ പോലെ തന്നെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ബീഹാർ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും CPM-നേക്കാൾ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി കേരളത്തിൽ രണ്ടാമത്തെ പ്രധാന ഘടകകക്ഷിയായിട്ട് 46 വർഷമായിട്ട് CPM അടങ്ങുന്ന ഈ ഇടതുമുന്നണിയുടെ അനിഷേധ്യ ഭാഗം ഔഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ മന്ത്രിമാരെ അറിയിക്കാതെ, ആ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ, ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള ഒരു പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റൂ? ഇവിടത്തെ പ്രശ്നം NEP ഒന്നും അല്ല. പ്രശ്നം മുന്നണി മര്യാദ പാലിക്കുന്നുണ്ടോ? ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക്, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഘടകകക്ഷികളോട് പുലർത്തേണ്ട മാന്യത, മര്യാദ, അന്തസ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പൊ ജയിക്ക് ഇവിടെ വന്ന് പറഞ്ഞു, അതൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഇതിന്റെ മഹത്വമൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇങ്ങനെ അപമാനിക്കാൻ മാത്രം, ഇങ്ങനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ള പ്രാധാന്യമുള്ളോ CPI-ക്കും മറ്റ് ഇടതുമുന്നണി ഘടകകക്ഷികൾക്കും? അപമാനിക്കുന്നതിന് വേണ്ടി ഒരു പരിധി. ഇപ്പോഴെങ്കിലും അവർ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്ത് അസ്തിത്വം ഉള്ളത്? ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ ബിനോയ് വിശ്വത്തിന് എന്ത് അഭിമാനമുള്ളത്? ഇത് വല്ലാതെ മുറിവേറ്റിരിക്കുന്നു. ചോര ഒലിച്ചുകൊണ്ടിരിക്കുക അവരുടെ ഹൃദയത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ. അവരെന്തിനീ മുന്നണിയുടെ ഭാഗമായി നിൽക്കണം? അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെ പോലെ ഒരാള് എന്ത് സർക്കാർ എന്ന് ചോദിക്കണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചങ്ക് തകർന്നിട്ടുണ്ട്. ആ പാർട്ടിയിലുള്ള ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം വളരെ സംയമനമുള്ള പാർട്ടിയാണ്. പ്രകാശ് ബാബു ഒക്കെയാണ് ആ പത്രസമ്മേളനം നടത്തിയെങ്കിൽ ഇതിന്റെ അപ്പുറം പറഞ്ഞേ. അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന ആളാണ്. പക്ഷേ തീർച്ചയായും എന്തായാലും ഇന്നലെ MP ജയരാജനെ ഇരുത്തിക്കൊണ്ട് ആ ചടങ്ങിൽ മന്ത്രി P പ്രശാന്തിന് വരെ പ്രസാദിന് വരെ സംസാരിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇത് കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പറയാനും പ്രതികരിക്കാനും മന്ത്രിമാരും CPI-യുടെ നേതാക്കളും നിർബന്ധിതരാക്കപ്പെടുകയായിരുന്നു. അവരുടെ യോഗങ്ങളിൽ ഉയരുന്ന പ്രതിഷേധം ഇതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർക്കും പിന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഞാൻ സേനാപതിയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജെയ്ക് തോമസ്, കേൾക്കാമോ എന്നെ? തീർച്ചയായിട്ടും കേൾക്കാം. ജെയ്ക്ക്, ഇവിടെ ഇപ്പോ മുന്നണി മര്യാദയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ഈ വിഷയം അറിഞ്ഞ CPI-ക്ക് ഇനി എങ്ങനെ ഇത് പരിഹരിക്കപ്പെടുമെന്ന വലിയ ആശങ്കയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ NEP സംബന്ധിച്ച് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറയാണ്, നയം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. NEP-യിൽ ഒരു നയമെടുത്ത് അത് എല്ലാ കാലവും കൊണ്ടുപോകാനുള്ള ഞങ്ങൾ മാറ്റും എന്ന കാര്യം പറയുന്നു. പിന്നീട് കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുമ്പോൾ അത് മാറ്റി പ്രസ്താവന ഇടുന്നു. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് ഈ ഇത്രയും വലിയ രീതിയിൽ CPI തർക്കം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം പദ്ധതി നടത്തുന്നവർക്കൊപ്പമാണ് ഞങ്ങൾ, പദ്ധതി നടത്താത്തവർക്കൊപ്പമല്ല എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും ആ സന്ദേശം പ്രസക്തമാണ്. നമുക്കതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ തൊട്ടു മുമ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, അദ്ദേഹം CPI-യെ മാടി വിളിക്കുന്നു. CPI-യുടെ സെക്രട്ടറിയുടെ സംയമനത്തെ സംബന്ധിച്ച് ഗിരിനിരകളോളം വലിപ്പമുള്ള സംയമനം എന്ന നിലയിൽ കോൺഗ്രസ് CPI-യെ പുകഴ്ത്തുന്നു. അതൊക്കെ നല്ല കാര്യം, നടക്കട്ടെ. ഞാൻ അതിനോടൊന്നും ദീർഘസമയം എടുത്ത് പ്രതികരിക്കുന്നില്ല. പക്ഷെ എന്താ ഇവർക്കൊക്കെ ഇക്കാര്യത്തിലുള്ള നിലപാടെന്ന് നമ്മുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോ NEP വിരുദ്ധ സംഘമാണോ ഇന്ത്യയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന ചോദ്യം ന്യായമായും നിഷ്കളങ്ക മനസ്കർക്ക് ഉണ്ടാകുമല്ലോ. ഞാനിപ്പോ അതിന്റെ വിശദാംശത്തിലേക്കൊന്നും വരുന്നില്ല. ഒറ്റ കാര്യം അത് മാത്രം അദ്ദേഹത്തോട് പ്രതികരിച്ച് നമ്മുടെ ചർച്ചയുടെ മർമ്മത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്തായാലും കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തെങ്കിലും NEP-യോട് വിയോജിപ്പുണ്ട് എന്നുള്ളത് ആശ്വാസകരവും നമുക്ക് അഭിമാനം നൽകുന്നതുമായ കാര്യമാണ്. പക്ഷെ 2022 ആങ്കർ നിർബന്ധമായി ഓർമ്മിക്കുന്നുണ്ടാകും, 2022 ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ യൂണിയൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. 2022 നടപ്പിലാക്കാൻ തീരുമാനിച്ച തൊട്ടടുത്ത മാസം ഒക്ടോബറിൽ തന്നെ ഓടിപ്പോയി ഒപ്പുവെച്ച് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അശോക് ഗെഹ്ലോട്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു തൊട്ടു മുമ്പ് സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധിയേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവാണ് അശോക് ഗെഹ്ലോട്ട്. അതിന്റെ പിന്നാലെ ഛത്തീസ്ഗഡ്, അതിന്റെ പിന്നാലെ ഹിമാചൽ പ്രദേശ്. കേരളം. അത് ജയിക്ക് മറക്കരുത്.
ഞാൻ അങ്ങ് സംസാരിച്ചപ്പോ എനിക്ക് വേണമെങ്കിൽ ഇടപെട്ടോണ്ട് ഇത് വേണമെങ്കിൽ പറയാലോ. ഈ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറ. ഇത് ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറയാണ് ഇടപെട്ടത്. തുടർന്നോളൂ ജയ്ക്ക്. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം ആദരണീയനായ മാധ്യമ പ്രവർത്തകന്റെ നിലപാട് പ്രസക്താണ്. ഈ രാജസ്ഥാനിലെ RSSന് വഴിപ്പെടുന്ന കോൺഗ്രസ്സുകാരെ കണ്ട് കേരളത്തിൽ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹിമാചലിലെയോ കർണാടകയിലെയോ തെലങ്കാനയിലെയോ പകുതി RSS ആയി മാറിക്കഴിഞ്ഞ കോൺഗ്രസിനെ പോലെ കേരളത്തിൽ നിൽക്കാൻ കഴിയുമോ എന്ന സംശയമാണ് ആദരണീയനായ ജോർജ് പൊടിപ്പാറ ഉന്നയിച്ചത്. അത് പ്രസക്താണ്. അങ്ങനെ RSSന് കാണുമ്പോൾ കവാത്ത് മറക്കുന്ന, മുട്ടിടിക്കുന്ന, ശിരസ് കുനിക്കുന്ന, നട്ടല് വളയുന്ന ആ കോൺഗ്രസിനെ കണ്ടിട്ട് കേരളത്തിന് നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടാലും ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അതിന്റെ സംഘപരിവാരവൽക്കരണം, അതിന്റെ ചരിത്രത്തിന്റെ വക്രീകരണം എങ്ങനെ എന്നതിന് മുമ്പിൽ ഇന്ത്യക്ക് മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കേരളം മാറണം. ജയ്ക്ക് അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തമിഴ്നാട് PM ശ്രീയുടെ ഭാഗമായിട്ട് SSI ഫണ്ട് പിടിച്ചു വെക്കുന്നതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിലും ഒപ്പം തന്നെ സുപ്രീം കോടതിയിലും നിയമ പോരാട്ടത്തിലാണ്. അതൊരു നല്ല മാതൃകയാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ സ്റ്റാലിനുമായി സഹകരിക്കുന്ന കേരളം അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലായിരുന്നു. അങ്ങ് കാര്യമായ തെറ്റിദ്ധാരണ അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ലൈവ് ലോയുടെ അല്പമാസങ്ങൾക്ക് പുറകിലുള്ള തമിഴ്നാടിന്റെ കേസിനെ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവവും സുപ്രീം കോടതിയുടെ പ്രതികരണവും അങ്ങേക്ക് ഇപ്പോൾ ഫോൺ ഹോൾഡ് ചെയ്താൽ ഇപ്പൊ തന്നെ ഞാൻ അയച്ചു തരാം. തമിഴ്നാടിന്റെ കേസും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ നാട്ടിൽ അല്പവിഭവന്മാർ, പകുതി മാത്രം വിവരമുള്ള ചില പരിമിത വിഭവന്മാരായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളമാണത്. തമിഴ്നാട് കേസ് കൊടുക്കുകയും വിധി പ്രസ്താവം ഉണ്ടാകുകയും ചെയ്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 12(1)(c) വകുപ്പ് എന്താണ്? തമിഴ്നാട്ടിലെ CBSE സ്കൂളുകളിൽ 25% അഡ്മിഷൻ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കാണ്. അവർക്കുള്ള ഫീസ് 60% യൂണിയൻ ഗവൺമെന്റും 40% തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കണം. ആ പണം കൊടുക്കാതെ വന്നപ്പോൾ അവർ കേസ് കൊടുത്തു. 2219 കോടി രൂപ CBSE, ഓർക്കണം, സ്വകാര്യ CBSE സ്കൂളിലെ കുട്ടികളുടെ ഫീസ് അത് അനുവദിച്ചു കിട്ടി. ഈ NEP-യെ സംബന്ധിച്ചോ സമഗ്ര ശിക്ഷ പദ്ധതി പ്രകാരം ഫണ്ട് ലഭിക്കാനുള്ള അവകാശത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യം പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതിനെതിരെ തമിഴ്നാട് നിയമ പോരാട്ടം നടത്തുന്നുണ്ട് എന്നതാണ് എന്റെ അറിവ്. അത് അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട്. അവിടെയാണ് ഇനി അങ്ങയുടെ ആ ചോദ്യത്തിലുള്ള മറുപടി. ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് SSI ഫണ്ട് തടഞ്ഞു വെക്കുന്ന കേരളത്തിന്റെ അതേ അനുഭവം തമിഴ്നാടിന് ഉണ്ടായില്ലേ? ഉണ്ട്. അതിനെതിരെ തമിഴ്നാട് കേസ് നടത്തുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ പക്ഷേ പല ആളുകളും പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട് കേസ് നടത്തി വിജയിപ്പിച്ച് പണം വാങ്ങിച്ചു എന്ന തെറ്റിദ്ധാരണാജനകമായ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത ദിവസം അത് പരിഗണിക്കാനും ഇരിക്കുകയാണ്. അതൊരു നിയമ വഴിയാണ്. അങ്ങനെ ഒരു മാതൃക നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിച്ചത്. ഓക്കെ ഇനിയിപ്പോ ആ കേസിന്റെ ചർച്ചയിലേക്ക് വരാം. ഓക്കെ അപ്പം അതെന്താണ്? ഒരൊറ്റ സെക്കൻഡ് ജയ്ക്ക്. ആരാണ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു ജോമോനാണ് പറഞ്ഞത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നല്ലേ. എന്തിന്റെ ഉറപ്പിലാണ് ജോമോൻ അങ്ങനെ പറഞ്ഞേ? കോടതിയെ വിലക്കെടുത്തിട്ടുണ്ടോ? കോടതിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് ജോമോൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? അല്ല, കേന്ദ്ര സർക്കാർ, നിങ്ങൾ പറയാൻ അവസരം തരുകയാണ്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കിയ എല്ലാ വിഷയത്തിലും കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കോടതി ഇടപെടണമോ വേണ്ടയോ കോടതി തീരുമാനിക്കാനിരിക്കുന്ന വിഷയത്തിൽ ഇടപെടില്ല എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കോടതിയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് പരിഗണന? ഇങ്ങനെ കേന്ദ്രം പാസ്സാക്കുന്ന എല്ലാ നിയമത്തിനും ഓരോ സർക്കാരും പോയി കഴിഞ്ഞാൽ എങ്ങനെ കോടതിക്ക് അവിടെ ഇരിക്കാൻ സമയം ഉണ്ടാവുമോ? നടക്കില്ല രേണുക. വെറുതെ നമ്മൾ ഈ വിഷയം നോക്കട്ടെ. ഇന്ത്യയിൽ കേരളത്തിന് എന്താ കൊമ്പുണ്ടോ? തമിഴ്നാട്ടിന് എന്താ കൊമ്പുണ്ടോ? 33 സ്ഥലത്ത് 34 സ്ഥലത്ത് സംവിധാനമാണെന്നും അവിടെ സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്നും അറിയാത്ത ആളല്ലല്ലോ. അപ്പോ കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ എന്താകും റിസൾട്ട് എന്ന് പ്രവചിക്കുകയാണ് BJP പ്രതിനിധി. ഇവിടെ ഇരിക്കുന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഒരു പ്രതിനിധിക്ക് പോലും കോടതിയിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ പറ്റുമോ? എനിക്ക് അറിയില്ല. എന്തായാലും താങ്കൾ ജയിക്കിന്റെ സമയമാണ്. ജയിക്ക് തുടർന്നോളൂ. മനസ്സിലായി. എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അതെന്ന് പറഞ്ഞു വന്നത്? ഒരു യൂണിയൻ ഗവൺമെന്റ് പാസ്സാക്കുന്ന മുഴുവൻ വിഷയത്തിനും കോടതിക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്. ഉത്തരവുകൾ ഇടുകയും ചെയ്യുന്നത് തമിഴ്നാട് ഗവർണർമാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും നമുക്കറിയാമല്ലോ. കേന്ദ്രത്തെ ചോദ്യം ചെയ്തു പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഏതെങ്കിലും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊന്ന് ചോദ്യം ചെയ്തു എന്നേ ഉള്ളൂ. കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ജയ്ക്ക് തുടർന്നോളൂ.
ഇനിയിപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തമിഴ്നാടിന്റെ നിയമമാർഗം, ഇപ്പൊ നിയമമാർഗത്തെ സംബന്ധിച്ച് ഇവിടെ BJPയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. RSSന്റെ ശാഖയിൽ നിന്ന് പറഞ്ഞു വിട്ട ന്യായാധിപ സംഘത്തിലെ അടിമകൾ ആരെങ്കിലും സുപ്രീം കോടതിയിലുണ്ടോ? ആ ഉറപ്പിന്മേലാണോ അദ്ദേഹം പറഞ്ഞത്? എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇനി അങ്ങ് സൂചിപ്പിച്ച തമിഴ്നാടിന്റെ നിയമ പോരാട്ടത്തിന്റെ നിയമപരമായ പ്രസക്തി എന്താണ്? ആർട്ടിക്കിൾ 282, അതായത് മിസ്സലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ, അതായത് യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുള്ള ഫണ്ടിന്റെ പ്രയോഗമാണ് SSI ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 282 ഈ മിസലേനിയസ് ഫണ്ട് പ്രൊവിഷൻ തടഞ്ഞു വെക്കാനും തടഞ്ഞു വെക്കാതിരിക്കാനും യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ടോ? ആ ചോദ്യത്തിൽ നമ്മൾക്ക് അല്പം നിരാശാജനകമായ മറുപടിയാണ് സുപ്രീം കോടതി പല ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ഒറ്റ സൈറ്റേഷൻ മാത്രം പറയാം. 2015 ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണ്? മിസലേനിയസ് ഫണ്ടിംഗ് പ്രൊവിഷനകത്ത് സുപ്രീം കോടതി ഇടപെടാൻ പോകുന്നതേയില്ല. അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ അഭിപ്രായമല്ല, നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ നിയമപാണ്ഡിത്യമുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 282 ശരിവെച്ചിട്ടുള്ള ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് കേസിലെ വെർഡിക്റ്റിനെ ഒരു ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പോലും മുറിച്ചു കടക്കാൻ സാധ്യത തുലം കുറവാണെന്ന് മാത്രമല്ല 10-9% ആ ആർട്ടിക്കിൾ 282 ചലഞ്ച് ചെയ്യാനുള്ള മിസ്ലേനിയസ് ഫണ്ടിംഗ് പ്രൊവിഷനെ ചലഞ്ച് ചെയ്യാനുള്ള കേസിൽ ആര് പരാതിപ്പെട്ടാലും ആ കേസ് പരാജയപ്പെടാനാണ് 10-9% സാധ്യത എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒറ്റ വാചകം കൂടെ കൂട്ടിയിരുന്നു. അങ്ങ് സൂചിപ്പിച്ച ഈ കേസിൽ സുപ്രീം കോടതിയിൽ 2 തവണ ഹിയർ ചെയ്യണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ പ്രതികരണമാണ് ഇത് കോടതിയിൽ ഇരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള മുന്നണിയിലെ ഘടകകക്ഷിയെ പോലും ബോധ്യപ്പെടുത്താതെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടത് അതിനൊരു ന്യായീകരണം ഒന്നും അല്ലല്ലോ ജയ്ക്ക്. സമയം തീരുന്നത് കൊണ്ടാണ്. ശ്രീ സേനാപതി വേണു, താങ്കൾക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്ത് നിലപാടാണ് എന്നത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് CPI ഉയർത്തുന്ന ഈ വിയോജിപ്പിൽ അതിലേതെങ്കിലും തരത്തിൽ ഭാഗഭാക്കാകാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ല, കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതികളാണ് CPM നടപ്പിലാക്കുന്നത് എങ്കിൽ പിന്നെ CPM ഞങ്ങളുടെ കൂടെ ചേർന്നാൽ മതിയല്ലോ. അങ്ങനെ അല്ലല്ലോ CPM ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. SFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് SFIയുടെ ദേശീയ ഞാൻ പറഞ്ഞല്ലോ ജയിക്കെ SFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് അല്ല SFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട് നടന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ ജയിക്കും അത് കേട്ടുകൊണ്ടായിരുന്നല്ലോ ഇരുന്നത്. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം? പല ചാനലുകളും അത് എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു പദ്ധതികൾ നടപ്പിലാക്കാനുള്ളതാണ്. ഏത് പദ്ധതികളാണ് അത്? യോഗി ആദിത്യനാഥ് അത് പറയുകയാണെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ അന്തസ്സുണ്ട്. ഇപ്പോ അങ്ങ് ചാനൽ ചർച്ചയിൽ ഇവിടെ പറഞ്ഞു MOU ഒപ്പിട്ടിരിക്കുന്നു, ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ഇത് തന്നെയാണ് ചോദിച്ചത്. MOU ഒപ്പിട്ടിരിക്കുന്നു, ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള CPMന്റെ നിലപാട് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. ഇനി CPIയുടെ മുന്നിലുള്ള വഴി എന്താണ്? നമ്മുടെ ചാനലിലെ ചർച്ചയുടെ വിഷയം അതാണ്. ഇനി CPIയുടെ മുന്നിലുള്ള വഴി എന്താണ്? ഇവിടെ ഒരു മുന്നണിയിലെ 2 കക്ഷികൾ, 2 കമ്മ്യൂണിസ്റ്റ് കക്ഷികളാണ്. ഇപ്പൊ ഒരു കേരള കോൺഗ്രസോ അല്ലെങ്കിൽ എന്താ പറയുക ജനതാദളിന്റെ ഭാഗമായിട്ട് നിന്ന രാഷ്ട്രീയ ജനതാദളോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് എങ്കിൽ നമുക്കത് പറയാം. ഇത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. പൊടിപ്പാറ സാർ ഇവിടെ സൂചിപ്പിച്ചു CPMന്റെ ഇത് അങ്ങ് പറഞ്ഞ പോലെ ദേശീയ വിദ്യാഭ്യാസ നയം 2022 അല്ല 2020 ആ 2020 നടന്ന പദ്ധതിയെ കുറിച്ച് 2020 നവംബർ 23 CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ചു പോയിട്ടുള്ളൂ. അദ്ദേഹം എഴുതിയ കത്ത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത കത്ത് അങ്ങയുടെ പാർട്ടി കോൺഗ്രസ് മദ്രാസിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്നപ്പോ അതിലും പറഞ്ഞിരിക്കുന്ന എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന്, ഇല്ലെങ്കിൽ അതിന് വിരുദ്ധമായി. അപ്പോ അതിന് ഘടകവിരുദ്ധമായി നിങ്ങൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നണിയിലെ 2ാമത്തെ കക്ഷി ഇതെന്ത് സർക്കാർ എന്ന് ചോദിക്കുമ്പോ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് പണ്ട് അത് ചെയ്തിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ മറ്റേ പാർട്ടി അത് ചെയ്തിട്ടുണ്ടല്ലോ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഒരു മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നുവെന്ന് ആ മന്ത്രിസഭയിലെ 2ാമത്തെ കക്ഷി പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ്, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് ഇൻ ദാറ്റ് ഇഷ്യൂ? അതല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ശരി, എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ശ്രീ സേനാപതി വേണു ഞാൻ ഇടപെടുന്നത്. എന്തായാലും മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം. CPI പങ്കെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് അതുവരെ കാത്തിരിക്കാം. അതിനുശേഷം 4-ാം തീയതി 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ CPIയുടേത് നടക്കുന്നുണ്ട്. അതിലായിരിക്കും പിന്നീടുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരിക. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2 തെരഞ്ഞെടുപ്പുകൾ, നിർണായക തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം News at 9 കാണാം. നമസ്കാരം.